രാജാതി രാജനിക്ക് രാജ ഇന്നത്തെ ചായ പടി എന്റെ വക ഫ്രീ. അതായത് പിരിഞ്ഞ പാലും പഴയ വടയും. നല്ല ചൂടുള്ള സാധനം തുട്ടോക്കടാ. നല്ല വാസേട്ടാ, പച്ചവെള്ളം കുടിച്ചവരെ പറ്റില്ല ഇതിന് ആളാണല്ലോ. ഇത് എന്ത് പറ്റി? എടാ ഞാൻ നന്മയുള്ള ആളാടാ, വാസേട്ടൻ നന്മയുള്ള ആളാ. നന്മന്റെ ഭാഗത്താ ഞാൻ എപ്പോഴും. നിങ്ങളൊരു നന്മയുള്ള പണിയാ ചെയ്യുന്നത് അല്ലേ? കൊറേ കാലമായി നമ്മൾ വിഷടിച്ച് കയറ്റുന്നത്. നിങ്ങള് കൃത്യമായിട്ട് അധ്വാനിച്ച് നട്ട് നനച്ചിട്ട് ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കി, ജൈവ പച്ചക്കറി തോട്ടം. എന്നിട്ട് വിളവെടുത്തിട്ട് എനിക്ക് കൊടുത്തരും. ഞാൻ അത് വെട്ടി ഉഷാറാക്കിയിട്ട് നിങ്ങൾക്ക് വേവിച്ചു തരാം. ഒരു 10 ദിവസം ആയുസ് കിട്ടി കിട്ടിടോ. വേവിച്ചൊരു 3 ദിവസം കഴിഞ്ഞാൽ തരുള്ളൂ. ഇത് എന്താ പരിപാടി? ചെങ്ങാതിനെ കൂടി തോക്കുതാ. ഇത് ബുഫേ ഉണ്ടോ സാധനം? പാത്രം എടുക്കാൻ ഞാൻ പിന്നെ വരാം. കൈ തളുമ്പല്ലേ? നമ്മളിവിടെ തക്കാളി, ചീര, പയറ്, മുളക് ഇത് ഇത്രയുമാണ് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം വെള്ളം ഒഴിക്കേണ്ടി വരും. നമ്മൾ വിചാരിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ടത് പുതിയ അറിവാണല്ലേ കേട്ടാ. നമ്മള് സാറ് നട്ടാലേ നട്ടിട്ട് ഇങ്ങനെ മാറിയുന്നതായി. ടീച്ചർ, എനിക്ക് എല്ലാ ദിവസവും സ്പെഷ്യൽ ട്യൂഷൻ ഉണ്ട്. വെറുതെ പറയാം ടീച്ചറെ, സ്പെഷ്യൽ ട്യൂഷൻ ഉണ്ടെന്ന്. നമ്മളൊക്കെ ആ KFC-ലും പിസാട്ടിലും കയറി ഇറങ്ങണം നമ്മളെ കാണാണോ വൈകുന്നേരം? അത് അടിച്ചിരിക്കണേ. അല്ല ടീച്ചർ, എനിക്ക് എന്നും വൈകിട്ട് ഡാൻസ് ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാ. എന്താ സേറയുടെ എമിലിയുടെ അവസ്ഥ? എന്റെ ഉമ്മച്ചി സമ്മതിക്കില്ല ടീച്ചറെ. എന്റെ വീട്ടിൽ പറഞ്ഞ വീട്ടുകാരനോട് ചെയ്യും കോളേജിൽ പോകുന്ന പഠിക്കാനാണോ കിടക്കാനാണോ? അത് മാത്രമല്ല, എനിക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല ടീച്ചറെ. എമിലി പേടിക്കണ്ട, ഞാൻ കൂടെ വരാം. അതെ, എല്ലാരും ഇങ്ങനെ ഒഴിഞ്ഞാൽ എങ്ങനെയാ കാര്യം നടക്കുന്നത്? എന്നാ പിന്നെ നമ്മൾ ഈ കൃഷി തുടങ്ങണ്ടായിരുന്നല്ലോ. എന്താ ബോയ്സ് നിങ്ങളുടെ അവസ്ഥ? ഞങ്ങൾ ചെയ്ത ചിലവർ എന്താ ആണുങ്ങൾ ചെയ്താ കൃഷി ഒന്നും നടക്കൂലേ? അല്ല, ആകെ അലംഭാവം. അത് എനിക്ക് എന്റെ അഭിപ്രായത്തിൽ വല്ല തമിഴന്മാരെ ബംഗാളികളെ ഏൽപ്പിക്കാണ്ട് ഇപ്പൊ എല്ലാം കംപ്ലീറ്റ് അവരാണ്. അത് എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തണം. ഒരു കാര്യം ചെയ്യാം, ഒരാഴ്ച നിങ്ങൾ വെള്ളം ഒഴിക്കുക, അടുത്ത ആഴ്ച മുതൽ നിങ്ങൾ മാറി മാറി മാറി. ടീച്ചർ എല്ലാ ദിവസവും ഒഴിക്കാൻ എന്നെ അനുവദിക്കണേ. എന്തായാലും ആദ്യത്തെ ആഴ്ച ഇവരെന്ന് തുടങ്ങുന്നത്. അതിന്റെ അടുത്ത ആഴ്ച നിങ്ങൾ തന്നെ. അത് പറ്റത്തില്ല, ഒരാഴ്ച ഞങ്ങൾ ഒരാഴ്ച. നല്ല പച്ചക്കറി കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കുക ആര് വെള്ളം ഒഴിക്കണമെന്ന്. ഇത് പിസ നോക്കാപ്പോ ചെയ്യാം. പേപ്പർ കപ്പൊക്കെ രണ്ടു വട്ടെങ്കിലും പെട്ട്. മക്കളെ കുറച്ചേ ഉള്ളൂ, തീരാറായി പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. എന്താ പൊറിഞ്ചു? പൊറിഞ്ചു കാര്യം എന്താ? പേര് പൊറിഞ്ചു. പൊറിഞ്ചുവിന് കാര്യം എന്താ? അപ്പൊ അപ്പുറത്തെ കോളേജിൽ നിന്നാണ്. ഞങ്ങളുടെ അവിടെ ക്ലീൻ കോളേജ്, ഗ്രീൻ കോളേജ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് നടക്കുന്നത്. അതിന് അപ്പോൾ അവിടെ ഇത് നമ്മുടെ ഒരുപാട് പോച്ചയൊക്കെ നിൽപ്പുണ്ട്, പുല്ല്. അപ്പം അത് പശുവിനൊരു ആഹാരവും നമ്മുടെ കോളേജ് ക്ലീനും ആവും, എളുപ്പത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. അതുകൊണ്ട് എന്ത് വേണം? പശുവിനെ തരാൻ പറ്റത്തില്ല. പശുവിനെ നമുക്ക് കൊണ്ടുപോയിട്ട് കൊണ്ടുവരാം. പറ്റത്തില്ല, പശുവിന് പുല്ല് കൊടുക്കണം, സമയത്ത് കാടി കൊടുക്കണം, പറ്റത്തില്ല. അതിൽ നമ്മൾ പെട്ടെന്ന് കൊണ്ടുവരായിരുന്നു. ഒന്നും പറയണ്ട, പറ്റത്തില്ല. പക്ഷെ അങ്ങനെ പറയില്ല, ചേച്ചിയും കൂടെ വന്നാലും മതി. ചേച്ചി അമ്മ പറ്റത്തില്ല, സമയത്ത് കാടി കൊടുക്കണം, കറക്കേണ്ട പശുവാ, അതുകൊണ്ട് പറ്റത്തില്ല. കറുത്തിട്ട് തന്നെയല്ലേ ഇരിക്കണം, ഇനിയിപ്പോൾ എന്തിനു കറപ്പിക്കണം? കറന്നിട്ടല്ല, കറക്കുന്ന പശുവാണെന്ന്. പാല് ഇറക്കാനാ? ഞാൻ കൊണ്ടുവരാം. പറ്റത്തില്ല. അപ്പൊ കുറച്ചുകൂടെ ഒരു ഇതാവും, പാല് കുറച്ചുകൂടെ കിട്ടും. കറക്റ്റ് സമയത്തിന് കൊണ്ടുവരുമോ? കറക്റ്റ് സമയത്തിന് കൊണ്ടുവരും. ഉറപ്പാണല്ലോ? ഉറപ്പായിട്ടും കൊണ്ടുവരും. എന്നാ അഴിച്ചോണ്ട് പോകും. ഒന്ന് അഴിച്ചു തന്നാല് കൊള്ളായിരുന്നു. പേരെന്താന്ന്? പശുവിന്റെ ആണോ? ചേച്ചിയുടെ പേര്? ചേച്ചിയുടെ പേരെന്തിനാ അറിയുന്ന? പശുവിനെ പോലെ. പശുവിന്റെ പേര് ലക്ഷ്മി. ലക്ഷ്മി കുട്ടി.